വെൽക്കം ടു Nidha Sew. നമുക്ക് ഇന്നൊരു ഫ്രോക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഫ്രോക്ക് മാത്രമല്ല, നമുക്കിത് കുർത്തിയിലൊക്കെ ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്തൊക്കെയാണ്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് മിഡിലായിട്ട് പിന്നെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയായിട്ട്. ഇതിലൊക്കെ ഫ്ലവേഴ്സ് നമ്മൾ തുന്നിയെടുക്കുകയാണ്. പേൾ കോട്ടൻ്റെ ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നീഡിൽ 2 സ്ട്രാൻഡ്സിൽ വേണം ത്രെഡ് കോർത്തെടുക്കാനായിട്ട്. എന്നിട്ട് രണ്ടും കൂടി കൂട്ടി കെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്തില്ലേ, അവിടെയായിട്ട് നമുക്ക് താഴെ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ നീഡിലെടുത്തിട്ട് ഒന്ന് നീഡിൽ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട്, അപ്പോൾ ഇതുപോലെ ഒരു റിങ് കിട്ടും നമുക്ക്. ഇവിടെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഫ്ലവറിന് നമ്മൾ 5 പെറ്റൽ വീതമാണ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീഡിൽ ഇതുപോലെ വേണം ത്രെഡ് കറക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഭാഗത്തായിട്ട് താഴെ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കുക. ഒരു ഫ്ലവർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഫ്ലവറിൻ്റെ മിഡിലായിട്ടൊരു ബീഡ് തുന്നിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷുഗർ ബീഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ബീഡ് വെക്കണമെന്നുണ്ടെങ്കിൽ അതും വെക്കാം കേട്ടോ. ഞാൻ ഗോൾഡൻ നിറത്തിലുള്ള ഷുഗർ ബീഡാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ത്രെഡ് നീഡിൽ കോർത്തെടുത്തിട്ടാണ് ഈ ബീഡ് വെച്ച് കൊടുക്കുന്നത്. എപ്പോഴും നീഡിലെടുക്കുമ്പോൾ ബീഡ് വർക്ക് ചെയ്യാനാണെങ്കിൽ, തുന്നിയെടുക്കാനാണെങ്കിൽ ഏറ്റവും ചെറിയ നീഡിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഫ്രോക്ക് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മിഡിലായിട്ട് ബോഡി പാർട്ടിൽ കൊടുത്തിരിക്കുന്ന ആ റൗണ്ട് താഴെ സ്കേർട്ട് പാർട്ടിലും ഇങ്ങനെ 3 എണ്ണം കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്